ലോക സിനിമയിലെ ചന്ദ്ര കേരളത്തിലാണ് വന്ന് താമസിച്ചതെങ്കിൽ മോളെ 2 മുറിയാണോ ഉള്ളത്? ഞാനോട് ഒറ്റയ്ക്കാണല്ലോ താമസിക്കണേ. ഉള്ള സൗകര്യം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. പെണ്ണിച്ചിരി പാഷനാ. മോളെ മോളെ എപ്പോഴും റൂമിനകത്തിരിക്കേണ്ട, ഇടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി വെട്ടം വിളിച്ചൊക്കെ ഒന്ന് കാണ്. പിന്നെ ആ മുറ്റൊക്കെ ഒന്ന് അടിച്ചിറങ്ങേ. പ്രായം നടുവിനൊക്കെ കുറച്ച്. ഇപ്പൊ വെയിലല്ലേ? അതിനിപ്പോ എന്താണ്, വെയിൽ നല്ലതല്ലേ, വൈറ്റമിൻ ഡി ആണ്. ഇതാ പറഞ്ഞ ഇപ്പത്തെ പിള്ളേർക്ക് ഇതൊന്നും അറിയില്ല. ഞാൻ സന്ധ്യയായിട്ട് ചെയ്തോളാം. പണിയെടുക്കാണ്ടിരിക്കാനുള്ള ഓരോ അടവുകളും. എന്റെ പൊന്നു സരടെ, ആ പെണ്ണിനെ ഇവിടെ കയറ്റി താമസിപ്പിച്ചത് തൊല്ലിയായിട്ടുണ്ട്. പൈസയൊക്കെ കറക്റ്റ് ആയിട്ട് തരും. പെണ്ണ് രാവിലെ തൊട്ട് റൂമിനകത്ത് ഒറ്റിരിപ്പാണ്. എന്തൊരു പരിപാടിയാണോ? രാത്രി അമ്മ എനിക്ക് ജോലിക്ക് പറഞ്ഞു പോകും. മോളെ മോളെ, രാത്രി ജോലിക്ക് പോണ കട അത് എവിടെയായിട്ടാ? അയ്യോ, അത് ഭയങ്കര ദൂരത്തില്ലേ. ഈ രാത്രി അത്രയും ദൂരം. നമ്മള് പെണ്ണുങ്ങളാട്ടാ, നമ്മള് നമ്മളെന്നെ വേണം സൂക്ഷിക്കാൻ. അല്ല, ജോലി കഴിഞ്ഞ് എപ്പോഴും തിരിച്ചു വരുന്നേ? ഞാനൊന്നും അറിയാറില്ല, ഞാൻ ഉറങ്ങി പോവാറുണ്ട്. മോളെ കാര്യമൊക്കെ ശരിയാണ്. നമ്മളൊരു സ്ഥലത്ത് താമസിക്കുമ്പോ അതിന്റേതായ ചില മര്യാദകളൊക്കെ ഉണ്ട്. മോള് പകലോടെ വെറുതെ ഇരിക്കാണ്. ആ മിറ്റടിച്ചടിയോ പറമ്പൊക്കെ ഒന്ന് വെട്ടിത്തെളിക്കോ, 2 പേരെ കൊടുക്കുക, എന്തിനൊക്കെ ചെയ്തൂടെ? ഇതൊന്നും ഒരാൾ പറഞ്ഞത്. നീ എന്താ നോക്കി പിടിപ്പിക്ക? നീ ആരെ രക്ഷിയാ? അമ്മ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പെണ്ണല്ല ഞാൻ. നീ ഊച്ചാളി കേട്ടിട്ടുണ്ടോ പാരട്ടെ? നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലടാ മോനെ. നിന്റെ കിണത്തിലിട്ടൊന്ന് തന്നാലുണ്ടല്ലോ, നീ ഇവിടെ മുഴുവൻ തൂറി വീഴും.